യുദ്ധം അവസാനിക്കുമോ അതോ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രവചനീയ സ്വഭാവം കൂടിയാകുമ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ഡേക്ക് കളമൊരുങ്ങുന്നു. ഇറാൻ എന്ന കടന്നൽ കൂട്ടിൽ കൈയിടാൻ തന്നെ ഉറച്ച് ഡൊണാൾഡ് ട്രംപും സംഘവും കരുക്കൾ നീക്കുന്നു. ലക്ഷ്യം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഖാർഗ് ദ്വീപാണ്. ഏപ്രിൽ 6 എന്ന പുതിയ ഡെഡ് ലൈൻ പ്രഖ്യാപിച്ച് ട്രംപ് തന്റെ സൈന്യത്തിന് പച്ചക്കൊടി കാണിക്കുമ്പോൾ അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇരമ്പുകയാണ്. അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധഭൂമിയിലിറങ്ങുമോ എന്നതാണ് ചോദ്യം. ഇനി എന്താണ് ഖാർഗ് ദ്വീപ്? എന്തുകൊണ്ട് ഈ ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നു എന്ന് നോക്കാം. ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയും നടക്കുന്നത് ഈ ചെറിയ ദ്വീപ് വഴിയാണ്. ഇത് പിടിച്ചെടുത്താൽ ഇറാന്റെ പണമൊഴുക്ക് നിലയ്ക്കും. പക്ഷെ സംഗതി അത്ര എളുപ്പമല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇവോ ജിമയെ പോലെ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായി ഖാർഗ് മാറുമോ എന്ന ഭീതിയിലാണ് ലോകം. 20,000 എണ്ണ തൊഴിലാളികളെ ഇറാൻ മനുഷ്യ കവചമായി ഉപയോഗിച്ചാൽ അമേരിക്ക എന്ത് ചെയ്യും? ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് അവിടുത്തെ ടെർമിനലുകളും പൈപ്പ് ലൈനുകളും നിയന്ത്രണത്തിലാക്കിയാൽ ഇറാന്റെ പണമൊഴുക്ക് പൂർണ്ണമായും തടയാമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു. ഇതിനായി US മറീനുകളും പാരാട്രൂപ്പർമാരും സർവ്വസജ്ജരായി കഴിഞ്ഞു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കാൻ നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാന നിമിഷം മാറ്റി നിശ്ചയിച്ച ട്രംപ് ഏപ്രിൽ 6 വരെ സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റൊരു ഡേ. എണ്ണക്കപ്പലുകളുടെ പ്രധാന ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തയ്യാറാകാതിരിക്കുകയും തുടർന്ന് US സൈന്യം ഖാർഗിൽ വിജയിക്കുകയും ചെയ്താൽ അത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റും. ശത്രുവിനെ തകർത്ത് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്ന കരയിൽ നിന്നും കടലിൽ നിന്നുമുള്ള ഒരു ഡേ ആക്രമണമായാണ് സൈനിക വിദഗ്ധർ ഇതിനെ കാണുന്നത്. എന്നാൽ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തോടെ നടത്തിയ പഴയ ഡേ പോലെയല്ല ഇത്. ഖാർഗ് ആക്രമണം തികച്ചും പെട്ടെന്നുള്ള നീക്കമാണ്. കടുത്ത നിലപാടുകാരനായ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം വലിയ തോതിലുള്ള ജീവഹാനിക്ക് ഇടയാക്കിയേക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷമാണിത്. നിലവിൽ വോട്ടർമാർക്കിടയിൽ ഈ യുദ്ധത്തിന് വലിയ പിന്തുണയില്ല എന്നതും ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തന്റെ മാഗ വോട്ടർമാരെ പിണക്കുമെന്ന് ഭയന്ന് ട്രംപ് ഈ നീക്കത്തിന് പിന്നിൽ പിന്മാറുമോ എന്നാണ് അറിയേണ്ടത്. അത് ഒരു മിന്നൽ വിജയം തന്റെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് ഉയർത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാനുള്ള ഒരു വമ്പൻ തന്ത്രമാണോ ഇതെന്നെല്ലാം കാത്തിരുന്നു കാണേണ്ടി വരും. എന്തായാലും ഇറാൻ തീരത്തുനിന്ന് 16 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമാണ്. ഈ ദ്വീപ് പിടിച്ചെടുത്ത് അവിടുത്തെ ടെർമിനലുകളും സംഭരണ ടാങ്കുകളും പൈപ്പ് ലൈനുകളും നിയന്ത്രണത്തിലാക്കിയാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക നീക്കങ്ങളെയും താങ്ങി നിർത്തുന്ന പണമൊഴുക്ക് തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇറാന്റെ മൊത്തം എണ്ണ ഉൽപ്പാദനത്തിന്റെ 90% പ്രതിദിനം 15 ലക്ഷം ബാരൽ വരെ കൈകാര്യം ചെയ്യുന്നത് ഈ ദ്വീപാണ്.